നമസ്കാരം. ഹമാസ് തീവ്രവാദികൾക്കെതിരായ ആക്രമണവും തെരച്ചിലുമെല്ലാം തുടരുന്നതിനിടെ ഗാസയിൽ ഹമാസ് ഭീകരരുടെ 3 ഭൂഗർഭ തുരങ്കങ്ങൾ ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചു. ഇതിൽ ഒരു തുരങ്കത്തിന് 100 കണക്കിന് മീറ്റർ നീളമുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ 2019 ഇത്തരം തുരങ്കങ്ങളെക്കുറിച്ച് ഇസ്രായേൽ സൈന്യത്തിന് വിവരം ലഭിച്ചിരുന്നു. അങ്ങനെ ഇതിലെ ചില തുരങ്കങ്ങൾ ഇസ്രായേൽ സൈന്യം കൃത്യമായി കണ്ടെത്തുകയും അവിടെ അവരുടെ ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒരുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം ഹമാസ് തീവ്രവാദികൾ പലപ്പോഴും ഇത്തരം മേഖലകൾ ഉപയോഗിക്കാതെയും ഇരുന്നത്. ഇതുകൂടാതെ ഇസ്രായേൽ തന്നെ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഭൂഗർഭ അതിർത്തികൾ നേരത്തെ നിർമ്മിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും തന്നെ കൃത്യമായി ഇത് സംബന്ധിച്ച ഹമാസിൻ്റെ തുരങ്കങ്ങൾ എവിടേക്കാണ് എന്നുള്ളത് വിവരങ്ങൾക്ക് ലഭ്യമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 100 കണക്കിന് മീറ്റർ ദൂരമുള്ള ഈ ഒരു പുതിയ തുരങ്കം കണ്ടെത്തിയോടുകൂടി ഹമാസ് തീവ്രവാദികൾ എത്ര ശക്തമായ തോതിലാണ് അവിടെ ഈ ഭൂഗർഭ തുരങ്കങ്ങൾ നിർമ്മിക്കുകയും വൻതോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത് എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ ലഭ്യമാകുന്നത്. കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചാണ് അവർ ഇത്തരത്തിലുള്ള തുരങ്കങ്ങൾ വർഷങ്ങൾ കൊണ്ട് നിർമ്മിച്ച് തീർത്തത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവയിലെ ഏറ്റവും സുപ്രധാനമെന്ന് തോന്നുന്ന തുരങ്കങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കിയത്. 3 തുരങ്കങ്ങളെന്ന് പറയുമ്പോൾ ഇതിൽ ഒരു തുരങ്കം വളരെ ദൈർഘ്യമുള്ളത്, മറ്റു തുരങ്കങ്ങൾ സാധാരണ ഗതിയിൽ ഇവർക്ക് ഒളിച്ചിരിക്കാനും അവിടെ ഇരുന്ന് ആക്രമണം നടത്താനും ഒക്കെ പാകത്തിനുള്ള രൂപത്തിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 2014 അന്ന് ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണത്തിൽ ഇത്തരത്തിലുള്ള ഒരു തുരങ്കത്തിൽ പെട്ടുപോയ 100 കണക്കിന് ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷവും ഇവർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടരുകയായിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം നശിപ്പിച്ച ഏറ്റവും ദൈർഘ്യമുള്ള തുരങ്കത്തിലൂടെ അല്ല കഴിഞ്ഞ ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിക്കാൻ എത്തിയത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇത് സംബന്ധിച്ച് യാതൊരുവിധ തെളിവുകളും അവിടെ ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ഹമാസ് തീവ്രവാദികൾ ഏതാണ്ട് 6000 ടണ്ണോളം കോൺക്രീറ്റും 1800 ടൺ ഉരുക്കും ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ചത് എന്നാണ്. ഇതിനായി കോടിക്കണക്കിന് ഡോളറാണ് ഇവർ ചെലവഴിച്ചത്. പല വിദേശ രാജ്യങ്ങളിൽ നിന്നും യഥേഷ്ടം സാമ്പത്തിക സഹായം ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഹമാസിന് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളിലൊന്ന്. ഖത്തറും ഇറാനും എല്ലാം തന്നെ ഇവരെ സഹായിക്കുന്നു എന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. ഏതായാലും ഹമാസിനെ സംബന്ധിച്ച് വൻതോതിലുള്ള ധനശേഖരം അവരിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഗാസയിലുടനീളം ഇത്തരത്തിലുള്ള ഭൂഗർഭ തുരങ്കങ്ങൾ, അത് എല്ലാവിധ സംവിധാനങ്ങളുമുള്ള, താമസിക്കാനും മറ്റുമുള്ള എല്ലാവിധ സംവിധാനങ്ങളുമുള്ള, ബാത്റൂം എല്ലാമുള്ള ഇത്രയും വലിപ്പമുള്ള തുരങ്കങ്ങൾ നിർമ്മിക്കാനും അവ കൃത്യമായി നിലനിർത്താനും ഇവർക്ക് കഴിഞ്ഞത് ഒരുപക്ഷെ അവരുടെ കയ്യിൽ അളവറ്റ ധനമുണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും ഹമാസ് തീവ്രവാദികളുടെ ഓരോരോ താവളങ്ങളായി ഇപ്പോൾ ഇസ്രായേൽ കീഴടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ നടത്തിയ ആക്രമണം ഇന്ന് 6 മാസം പിന്നിടുമ്പോൾ മറ്റൊരു സംഭവവികാസം ഉണ്ടായിട്ടുള്ളത് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഈ സംഭവത്തെ അപലപിച്ചു എന്നുള്ളതാണ്. ഈ സംഭവത്തെ അപലപിക്കാൻ ഇത്ര സമയമെടുത്തോ എന്നുള്ളത് മറ്റൊരു പ്രസക്തമായ ചോദ്യമാണ്. എങ്കിലും അദ്ദേഹം പറയുന്നത് ഇത് വളരെ മനുഷ്യവംശത്തോടൊക്കെയുള്ള ഒരു കടുത്ത വെല്ലുവിളിയാണ് ഹമാസ് തീവ്രവാദികൾ നടത്തിയത് എന്നാണ് അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ പറയുന്നത്. അതേസമയം തീവ്രവാദി ആക്രമണത്തിൻ്റെ തൊട്ട് പിന്നാലെ നടന്ന പല സംഭവവികാസങ്ങളിലും ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലിനെ ഇസ്രായേൽ രൂക്ഷമായി വിമർശിച്ചിരുന്നു എന്ന് മാത്രമല്ല, ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിൻ്റെ പല പ്രസ്താവനകളും ഹമാസിനെ സഹായിക്കുന്ന തരത്തിലാണ് എന്നുപോലും ആരോപണം ഉന്നയിക്കാൻ ഇസ്രായേലിനെ കാരണമായി തീർന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം 6 മാസത്തിലേറെ യുദ്ധം ചെയ്തിട്ടും എന്തുകൊണ്ട് ഈ ഹമാസ് തീവ്രവാദികളെ പൂർണ്ണമായി കീഴടക്കാൻ ഇസ്രായേലിനെ പോലെയുള്ള സുശക്തമായ ഒരു പ്രതിരോധ സംവിധാനമുള്ള രാജ്യത്തിന് കഴിയുന്നില്ല എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇത്തരത്തിലുള്ള ഭൂഗർഭ തുരങ്കങ്ങൾ. ഇവയിൽ ഒളിച്ചിരുന്ന് തന്നെയാണ് ഇവർ പലപ്പോഴും യുദ്ധം നടത്താറുള്ളത്. കഴിഞ്ഞ ദിവസം 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതും ഇത്തരത്തിലുള്ള ഭൂഗർഭ തുരങ്കങ്ങളിൽ ഒളിച്ചിരുന്ന ഹമാസ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിലാണ്. മാത്രമല്ല, ഈ ഹമാസിൻ്റെ പരാജയം തീർത്ത് ഉറപ്പാക്കണമെങ്കിൽ ഈ തുരങ്കങ്ങളുടെ, ഈ ഭൂഗർഭ തുരങ്കങ്ങളുടെ കൂടി നാശം പൂർണ്ണമാകണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ കണക്കൂട്ടൽ. യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള ഹമാസിൻ്റെ ഗാസയിലെ പ്രധാന നേതാക്കൾ പലരും ഇവിടെ എവിടെയൊക്കെയോ ആണ് ഒളിവിൽ കഴിയുന്നത് എന്നുള്ളതാണ് ഇസ്രായേലിന് ലഭിക്കുന്ന വിവരം. അതിനായി അവരെ പിടികൂടാൻ, ജീവനോടെ അല്ലാതെ പിടികൂടാനുള്ള ശ്രമവും കൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നടത്തുന്നത്.